ജഡായു എർത്ത് സെൻറ്റർ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വന്ന് എത്താൻ പറ്റും. നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പങ്ങളിലൊന്നാണ് ജഡായു എർത്ത് സെൻറ്റർ. ഇവിടെ 2 രീതിയിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. ഒന്ന് നമുക്ക് കേബിൾ കാർ വഴി പോകാൻ പറ്റും, അതുപോലെ നമുക്ക് നടന്നു പോകാനും പറ്റും. നടന്നു പോകുന്നതിന് ഏകദേശം 250 രൂപയോളമാണ് ടിക്കറ്റ് ചാർജ്. കേബിൾ കാർ വഴി പോകുന്നതിന് 500 രൂപയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. 2 സൈഡിലും ഗ്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് വെളിയിലുള്ള എല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം 30 അടിയോളം ഹൈറ്റിലാണ് ഈ കേബിൾ കാർ മുകളിലേക്കും താഴേക്കും വരുന്നത്. ഹൈറ്റ് പേടിയുള്ളവർക്ക് ഒന്ന് നെഞ്ചിടിക്കും അകത്തേക്ക് കയറും. ഇവിടെ വരാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 40-45 കിലോമീറ്ററോളം ഉണ്ട്. അതുപോലെ കൊല്ലത്ത് നിന്ന് വരികയാണെങ്കിലും ഏകദേശം ഒരു 35-40 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ചടയമംഗലം ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 3-4 കിലോമീറ്ററിന് അടുത്ത് തന്നെയാണ് ജഡായു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ മുകളിലെത്തിയാൽ പിന്നെ പറയാണ്ടല്ലോ. ഇതാണ് നമ്മൾ കാണുന്ന ആ ജഡായു, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതും പിന്നെ പറയണ്ട, ഇതാ മഴ, പെരുമഴയായിരുന്നു. നനഞ്ഞ് കുളിച്ച് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കയറി സൈഡിലൊക്കെ കയറി നിന്നു. എനിക്ക് തോന്നി മഴ പെയ്തത് നന്നായിരുന്നു. കാരണം ക്ലൈമറ്റ് ആകപ്പാടെ മാറി, നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. എന്തോ ഒരു പ്രത്യേക വൈബായിരുന്നു ആ മഴ പെയ്തതിന് ശേഷം അവിടെ നിന്നപ്പോഴത്തേക്കും. അതുപോലെ തന്നെ കാഴ്ചകൾ, ആ കാർമേഘങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ ആ ചെയിൻ കണക്ക് നമ്മുടെ കേബിൾ കാർ താഴേക്കും മേളിലേക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ടായിരുന്നു. മഴയുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റി, അവരുടെ ചെയ്തേക്കുന്ന വർക്ക് അത്രയ്ക്കും നല്ല ഫിനിഷിങ്ങിലാണ് അവർ ചെയ്തേക്കുന്നത്.